ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകുന്ന ഐഫോൺ 17 സീരീസുകളെ പറ്റിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള 17 ലൈനപ്പിലുള്ള ഫോൺ ഏതാണെന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം കേട്ടോ. ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുള്ള ഐഫോൺ 17ൻ്റെ ലോഞ്ച് സമയത്ത് തന്നെ എനിക്ക് ഓരോ ഡിവൈസും ഓരോ സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. മാത്രമല്ല ഐഫോൺ 17 പ്രോ സീരീസ് ഫോണുകളിൽ വളരെ ആക്ച്വൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള വേസിൽ ഇപ്രാവശ്യത്തെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നതായിട്ടും എനിക്ക് തോന്നി. അതായത് കഴിഞ്ഞ വർഷമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിട്ട് തോന്നി. ഇപ്രാവശ്യം വളരെ പ്രാക്ടിക്കലായിട്ട് ഫോണിനെ എങ്ങനെ മാക്സിമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഐഫോൺ 17ലേക്ക് വന്നു കഴിഞ്ഞാൽ ഐഫോൺ 17 എന്ന് പറയുന്ന ഇപ്രാവശ്യം എനിക്ക് തോന്നി വളരെയധികം വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിട്ട് തോന്നി കേട്ടോ. കഴിഞ്ഞ വർഷം വരെ ഐഫോൺ 16നകത്തും അതിന് മുന്നേ ഉള്ള ഫോണുകളിൽ നമുക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ 120 ഹെഡ്സോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം സ്റ്റാൻഡേർഡായിട്ട് എല്ലാ മോഡൽസിനും ഒരുപോലെ തന്നെ 120 ഹെഡ്സ് വരുന്നുണ്ട്. മാത്രമല്ല സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷൻ എല്ലാ തവണയും കുറച്ച് കൊണ്ടുവരാറുണ്ട്, അതുപോലെ തന്നെ ഇപ്രാവശ്യവും കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐഫോൺ 17ൽ 6.1 ഇഞ്ച് എന്നുള്ളത് 6.3 ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടെ ബിഗർ സൈസ് ആയിട്ടുള്ള സ്ക്രീൻ കിട്ടുന്നുണ്ട്. ഇതിൽ നോട്ടീസബിൾ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺ 16ൽ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ സ്ലിമ്മർ ആയിട്ടുള്ള ബെസൽസ് ആണ് ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവർ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 16ഉം 17ഉം ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ലെസ്സർ ബെസൽസ് ആണ് ഇപ്രാവശ്യത്തിൽ കൊടുത്തിട്ടുള്ളത്. പിൻവശത്ത് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിൻ്റെ ആയിരുന്നു നമുക്ക് ഒറ്റ ക്യാമറയായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം നിങ്ങൾക്ക് രണ്ട് ക്യാമറയും 48 മെഗാ പിക്സലാണ്. അപ്പോൾ ടെലിഫോട്ടോയിൽ നിങ്ങൾക്ക് ആ ഒരു കൂടുതൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഈവൻ സൂം ചെയ്താൽ പോലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മുൻവശത്തെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഡിവൈസുകളിലും ഒരുപോലെ തന്നെ ഇപ്പോൾ 18 മെഗാ പിക്സലിൻ്റെ ക്യാമറ ആക്കിയിട്ടുണ്ട്. ഈ ഒരു 18 മെഗാ പിക്സൽ ക്യാമറയിൽ തന്നെ സെൻസറിലൊരു ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം വരെ വന്നിരുന്ന ആ ഒരു സെൻസറിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു സെൻസറാണ് കൊടുത്തിരുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോർട്രേറ്റ് ആയിട്ട് സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെച്ചെടുക്കണം. ലാൻഡ്സ്കേപ്പായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഫോൺ തിരിക്കേണ്ടി വരും. ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്ന സെൻസർ സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ലാൻഡ്സ്കേപ്പിൽ വെച്ചെടുത്ത് കഴിഞ്ഞാലും പോർട്രേറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാലും സെയിം ക്വാളിറ്റി തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഫോണ് സെൽഫി എടുക്കുന്ന സമയത്ത് പോർട്രേറ്റ് ആയിട്ട് പിടിച്ചുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പിലും അതുപോലെ തന്നെ പോർട്രേറ്റ് ആയിട്ടും എടുക്കാൻ സാധിക്കും, ഒട്ടും തന്നെ ക്വാളിറ്റി ലോസ് ഇല്ലാതെ. ഇതിൽ തന്നെ ഒരു അഡീഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1, 2, 3 ആളുകളൊക്കെ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് അതിൻ്റെ ഫ്രെയിമിങ് ലാൻഡ്സ്കേപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറുന്നത് കാണാൻ പറ്റും. ഇത് നമുക്ക് മാനുവലി ചേഞ്ച് ചെയ്യാനും പറ്റും. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സിൽ തന്നെ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ നമുക്ക് 2000 നെറ്റ്സ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് നമ്മൾ പുറത്ത് നിൽക്കുന്ന സമയത്ത് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് 2000 നെറ്റ്സ് ആയിരുന്നു. അതിന് ഏകദേശം 1000 നെറ്റ്സിൻ്റെ അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നിങ്ങൾ 17 എടുക്കുന്നതെങ്കിൽ പുറത്ത് പോയി നിന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം 16 കൊണ്ട് പുറത്ത് പോയി നിൽക്കുന്നതിനേക്കാളും കൂടുതൽ വ്യക്തതയോടുകൂടി ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് A19 ആണ്. A19 എന്ന് പറയുന്നത് അത്യാവശ്യം വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. ഇതിൽ ഡിഫറൻസ് നമ്മൾ പേപ്പർ വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ലെങ്കിലും, അതായത് നിങ്ങളിപ്പോൾ ഒരു 16ഉം അതുപോലെ തന്നെ ഇപ്പോഴത്തെ 17ഉം എടുത്ത് നോക്കുകയാണെങ്കിൽ 6 കോർ GPU അങ്ങനെയൊക്കെ കറക്റ്റായിട്ടായിരിക്കും. കോഴ്സ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചറൽ ഡിഫറൻസുകൾ ഒരുപാടുണ്ട്. 3nm ഒരു ആർക്കിടെക്ചറൽ ഡിഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺ പേപ്പർ കാണുന്ന സമയത്ത് കോഴ്സ് എല്ലാം സെയിം ആയിട്ട് തോന്നുമെങ്കിലും A19 കുറച്ചുകൂടെ എഫിഷ്യൻ്റാണ്, പവർ എഫിഷ്യൻ്റാണ്, കുറച്ചുകൂടെ ഗ്രാഫിക്കലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് 17ൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുറച്ച് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ C1 എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. C1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 5G മോഡത്തിന് വേണ്ടിയിട്ട് ആപ്പിൾ തന്നെ നിർമ്മിച്ചിട്ടുള്ളൊരു പ്രോസസ്സറാണ് ഈ ഒരു C1 എന്ന് പറയുന്നത്. അപ്പോൾ 5G മോഡത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോസസ്സർ ഉപയോഗിക്കുന്നതിലൂടെ കുറച്ചുകൂടെ പവർ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി പറ്റും. ആപ്പിളിൻ്റെ സാധനങ്ങൾ തന്നെ, അതായത് പ്രോസസ്സറും അവർ ഇൻഹൗസ് ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ ഫോണിലേക്ക് വയ്ക്കുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഫിഷ്യൻസി കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിഗ്നിഫിക്കൻ്റ്ലി ബാറ്ററിയിലും ഈ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ളതാണ്. ഈ ഒരു C1X മാത്രമല്ല, ഈ ഒരു C1 ആദ്യമായിട്ട് ആക്ച്വലി വരുന്നത് 16E സ്വന്തമായിട്ട് ആപ്പിളിൻ്റെ തന്നെ മോഡം വെച്ചിട്ട് വരുന്നത് അതിലായിരുന്നു. ഇപ്പോൾ 17ലേക്ക് വന്ന സമയത്ത് C1X എന്ന് പറയുന്ന മോഡമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് C1-നേക്കാളും ഇരട്ടി പെർഫോമൻസ് C1X കിട്ടും.
അവർക്ക് C2 എന്ന് തന്നെ ഈ ഒരു പ്രൊസസ്സിന് പേര് കൊടുക്കായിരുന്നു. എന്തുകൊണ്ടാണ് C1X കൊടുത്തതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. എന്തായാലും C1 C1Xലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ N1 ഇതിലേക്ക് വരുന്നുണ്ട്. N1 നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് പ്രോസസ്സറാണ്. അപ്പോൾ ആ പ്രോസസ്സിംഗ് മൊഡ്യൂളും ഇതിനകത്ത് വരുന്നതോടുകൂടി നമുക്ക് കാര്യമായിട്ടുള്ള ബാറ്ററി എഫിഷ്യൻസി 17 എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും iPhone 17 അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഏത് ലൈനപ്പ് ആണെങ്കിലും ആപ്പിൾ അങ്ങനെ വിശദമായിട്ട് എത്ര mAh എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ഇൻപുട്ട് നമുക്ക് നൽകാറില്ല. യൂഷ്വലി അവർ പറയാറുള്ളത് വീഡിയോ പ്ലേ ബാക്ക് എന്നുള്ള രീതിയിലാണ്. വീഡിയോ പ്ലേ ബാക്കിൽ അവർ ഇപ്രാവശ്യം പറയുന്ന 30 മണിക്കൂറാണ് കേട്ടോ. അതായത് കഴിഞ്ഞ വർഷത്തെ iPhone 16 വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 8 മണിക്കൂറോളം നിങ്ങൾക്ക് കൂടുതൽ ബാറ്ററി നിൽക്കാം. ഇങ്ങനെ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കറക്റ്റ് mAhും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ട് പിന്നെ പലതരത്തിലുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരു mAh കണക്കാക്കി നമ്മൾ പറയാറുള്ളത്. ഒഫീഷ്യലി ആപ്പിൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ പുറത്ത് വിടാറില്ല. മിക്കപ്പോഴും പറയാറുള്ളത് ഈ ഒരു പ്ലേ ബാക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പ്ലേ ബാക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ വർഷത്തെ ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 8 മണിക്കൂർ കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ ബാറ്ററി കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ പറയാൻ വേണ്ടിയിട്ടുള്ളത് A19 ചിപ്സെറ്റിൻ്റെ പവറും കൂടെ നോക്കുകയാണെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ 16 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 20% കൂടുതൽ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോൾ iPhone 17 ലൈനപ്പിൽ തന്നെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. കഴിഞ്ഞ വർഷം വരെ നമ്മൾ iPhone 16 128GB കൊടുത്തുകൊണ്ടിരുന്നത് 79,990 രൂപയായിരുന്നു. അത് മാറിയിട്ട് ഇപ്രാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫോണിൻ്റെ തന്നെ വില വരുന്നത് ഏകദേശം 82,990, അതായത് 83,000 രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം 80,000 രൂപയായിരുന്നു. പക്ഷേ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 128GB ആയിരുന്നു, ഇപ്രാവശ്യം 256GB ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ iPhone 16 256GBക്ക് നമ്മൾ ഏകദേശം 89,990 കൊടുക്കേണ്ടി വന്നിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ആ ഒരു 83,000 രൂപ കൊടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ 128GB ഇല്ല എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി പ്രൈസ് കുറഞ്ഞു എന്ന് വേണം പറയാൻ. ഏകദേശം നമുക്കൊരു 3,000 രൂപ ഡിഫറൻസ് അതിനകത്ത് വരുന്നുള്ളൂ 256GBക്ക് വരെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഡിഫറൻസ് കൂടെ ഉണ്ട്. ആക്ച്വലി iPhone 17 ലൈനപ്പ് എനിക്ക് ഭയങ്കരധികം വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നി കേട്ടോ. അതായത് മിക്ക സംഭവങ്ങളും ഉണ്ട്. നമുക്ക് ഒരു 90% യൂസേഴ്സിനും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് നിങ്ങൾ പ്രോ ആയിട്ട് എടുക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി മറ്റ് ഫോണുകൾ ആരാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വരുന്ന സെഗ്മെൻറ്റിൽ അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്നുള്ളത് നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് നോക്കാം. അടുത്തത് iPhone 17 എയർ അല്ല, iPhone എയർ ആണ് കേട്ടോ. iPhone 17 എയർ എന്ന് ആപ്പിൾ പറയുന്നില്ല, iPhone എയർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. iPhone എയറിലേക്ക് കിടക്കാം. iPhone എയർ എന്ന് പറയുന്ന കുറച്ചുകൂടെ നിങ്ങൾക്ക് ലുക്സ്, സ്റ്റൈല്, ലക്ഷറി ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ iPhone എയർ ആണ് കേട്ടോ നോക്കേണ്ടത്. iPhone എയർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാമറയ്ക്കും നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. പക്ഷേ ക്യാമറ മോശമായിരിക്കുമെന്നൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഒറ്റ ക്യാമറ ഉള്ളെങ്കിലും നിങ്ങൾക്ക് നോർമൽ iPhone 17 16 ഒക്കെ എടുക്കുന്ന അതേ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് പ്രശ്നം വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സൂംഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് ശകലം ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു 1x എടുക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ക്വാളിറ്റി ഡിഫറൻസും ഉണ്ടാവില്ല. മറ്റ് ഫോണുകളിൽ 1x നിങ്ങൾ ഏത് ക്വാളിറ്റിയിലാണോ എടുക്കുന്നത് ആ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് എക്സ്റ്റൻഡ് ആയിട്ടുള്ള ക്യാമറയിൽ പരീക്ഷിക്കാൻ പറ്റുന്ന മറ്റ് സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. കാര്യം വളരെയധികം ലിമിറ്റഡ് ആണ് ഇതിനകത്തുള്ള സ്പേസ് എന്ന് പറയുന്നത്. അതെ, ഇത് വളരെ തിന്നായിട്ടുള്ളൊരു ഡിവൈസാണ്. ഇതിൽ ലുക്സ് കൂട്ടുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഈ ഒരു എയറിലേക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റാനിയമാണ് കേട്ടോ. മറ്റ് ഡിവൈസുകളിലെല്ലാം അലൂമിനിയമാണ് കൊടുത്തിരിക്കുന്നത്, ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റാനിയമാണ്. അപ്പോൾ ഗ്ലോസി ടൈപ്പായിട്ടുള്ള ടൈറ്റാനിയം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ബ്ലാക്കിൽ വരുന്ന സമയത്ത് ഫുൾ കളേർഡ് മാറ്റ് നിറത്തിലും ബ്ലാക്ക് രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല നിറത്തിലെ ഒരു പേസ്റ്റൽ കളേഴ്സ് രൂപത്തിലാണ് എയർ വരുന്നത്. കാണാൻ വേണ്ടിയിട്ട് വളരെയധികം തിന്നാണ്. ഞാൻ പല വീഡിയോസും എയർ ആളുകൾ ഉപയോഗിക്കുന്നതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോസിലൂടെ കാണുന്നത് പോലെ അല്ല നേരിട്ട് കാണുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് പലരും അതിൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഡിവൈസ് വളരെയധികം ലക്ഷറി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അതുപോലെ തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഡിവൈസ് ആയിട്ട് തോന്നും. മാത്രമല്ല എഡ്ജിനെക്കാളും തിന്നാണ് കേട്ടോ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. എഡ്ജിന് കൊടുത്തിരിക്കുന്ന ഏകദേശം 5.7 mm ആണ്. ഇത് വരുന്ന 5.6 mm ആണ്. എഡ്ജ് 5.8 or 7 ആണ്. ഇത് 5.6 mm ആണ് കേട്ടോ. അപ്പോൾ സാംസങ്ങിന് എഡ്ജിനെക്കാളും സ്ലിമ്മറായിട്ടുള്ള ഡിവൈസാണിത്. ഈ ഒരു ഫോണും ലൈറ്റ് വെയിറ്റ് ആണ്, 165 ഗ്രാമാണ് വരുന്നത്. സെറാമിക് ഷീൽഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റ് ഡിവൈസുകളിൽ പോലെ സെറാമിക് ഷീൽഡ് ഇതിനകത്തുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറാമിക് ഷീൽഡാണ് മുന്നിലും ബാക്കിലും വരുന്നത്. ബാക്ക് സൈഡിലും സെറാമിക് ഷീൽഡാണ് കൊടുത്തിട്ടുള്ളത്.
ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ അവകാശപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, എയർ എന്ന് പറയുന്ന മറ്റ് ഐഫോണുകളെക്കാളും ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിവൈസ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 4 ഇരട്ടി പ്രൊട്ടക്ഷനാണ് പറയുന്നത്. അതായത് നോർമൽ ഐഫോൺസിൽ വരുന്ന സെറാമിക് ഷീൽഡിനേക്കാളും നിങ്ങൾക്ക് 4 ഇരട്ടി പ്രൊട്ടക്ഷൻ ഇതിനകത്ത് കിട്ടും. സ്ക്രാച്ച് റെസിസ്റ്റൻസും കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഐഫോണുകളെക്കാളും കുറച്ചുകൂടെ വലിയ സൈസിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. 6.5 ഇഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് എല്ലാ ഡിവൈസിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എയറിനകത്ത് കിട്ടുന്നുണ്ട്. പ്രൊമോഷൻ തന്നെയാണ്, നിങ്ങൾക്ക് അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. 3000 നിറ്റ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രോയിലും ഈ ഒരു എയറിലുമാണ് ഈ ഒരു ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലി ഫോൺ വെട്ടത്തൊക്കെ പിടിക്കുന്ന സമയത്ത് ഒരു റിഫ്ലക്ഷൻ അടിക്കാറുണ്ടല്ലോ, ഇത് കമ്പാരിറ്റീവ്ലി ഇതിനകത്തൊരു കുറവായിരിക്കും. ഏകദേശം ഒരു 50% റിഫ്ലക്ഷൻ കുറഞ്ഞായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുക. പിന്നെ ഇതിനകത്ത് ഇ സിം ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇ സിം മാത്രം കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലമൊന്നുമില്ല കേട്ടോ. ബാറ്ററിയൊക്കെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത് ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്നതാണ്. മാത്രമല്ല കമ്പോണൻസ് എല്ലാം ഇരിക്കുന്നത് നോർമലി ഐഫോണുകൾക്ക് ഒരു ഡിസൈനുണ്ട്. ഐഫോൺ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കാണാറുള്ളൊരു ഡിസൈനുണ്ട്. അതായത് ഐഫോണിൻ്റെ ടോപ്പ് സെക്ഷനിൽ ആ ക്യാമറ മൊഡ്യൂൾസും സെൻറ്ററായിട്ട് ബാറ്ററിയും സൈഡ് സെക്ഷനിലായിട്ട് അതിൻ്റെ CPU കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഒരു നോർമൽ ഐഫോണിൻ്റെ ഡിസൈൻ ഇന്നർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ് ഈ ഒരു എയറും പ്രോയും ഒക്കെ. ഇപ്പോൾ പ്രോയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡിസൈനിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ പറയാം. എയറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സംഭവങ്ങളെല്ലാം ഇരിക്കുന്ന മുകളിലെ ആ ഒരു പ്ലാറ്റ്യൂ എന്ന് വിളിക്കുന്ന, ആപ്പിൾ വിളിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ക്യാമറ ബാർ എന്ന് നമുക്ക് പറയാം, പ്ലാറ്റ്യൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിനകത്താണ് ഇതെല്ലാം ഇങ്ങനെ നിറച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം അവിടേക്ക് മാറ്റുന്ന സമയത്ത് ബാറ്ററിയാണ് താഴേക്കുള്ള എയറിൻ്റെ ഫുൾ സ്പേസും ഒക്കുപ്പൈ ചെയ്യുന്നത്. ഒരു സിം ഇടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായതുകൊണ്ട് ലോകമെമ്പാടും ഈ ഒരു ഇ സിം ഓപ്ഷൻ മാത്രമേ ഈ എയറിന് കൊടുത്തിട്ടുള്ളൂ. സിം നമുക്ക് അല്ലാതെ ഫിസിക്കലായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 48 മെഗാ പിക്സലിൻ്റെ 2x ടെലിഫോട്ടോ ഉൾപ്പെടെയുള്ള ഒരു ക്യാമറയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ സിമിലർ ആയിരിക്കും നോർമൽ ഐഫോണുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അത്തരത്തിലുള്ളൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഇല്ല. നിങ്ങൾ നോർമലായിട്ട് എടുക്കുന്ന ഒരു ഫോട്ടോസിനും അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് അതിന് വരാൻ പോകുന്നില്ല, ഒറ്റ ക്യാമറ ആണെങ്കിൽ പോലും. പക്ഷേ ടെലിഫോട്ടോ, മാക്രോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം. സിമ്പിളായിട്ടുള്ള പോയിൻ്റ് ആൻഡ് ഷൂട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എയറിന് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലും 18 മെഗാ പിക്സലിൻ്റെ മറ്റ് ഫോണുകളിൽ കൊടുത്തിട്ടുള്ള പോലുള്ള അതേ സെൻസർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെൻറ്റർ സ്റ്റേജ് എന്ന് പറയുന്ന മറ്റേ പരിപാടി കൊടുത്തിട്ടുണ്ട്. അതായത് ആളുകൾ കൂടുന്നതിനനുസരിച്ച് ലെങ്ത് നമ്മൾ 17 പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കേട്ടോ. അതേ സംഭവം എല്ലാ ഐഫോണിൻ്റെ മുൻ ക്യാമറകളും അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ സെറ്റപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ N1, C1X ഒക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പ്രൈമർലി N1ഉം C1Xും ഒക്കെ ഇതിൽ കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പവർ എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ്. കാര്യം ബാറ്ററി സ്പേസ് വളരെയധികം ലിമിറ്റഡ് ആണ്. അതിനകത്ത് അവർ അവരുടേതായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിട്ട് മാക്സിമം എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എയറിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നത് 27 മണിക്കൂർ പ്ലേ ബാക്ക് ആണ് കേട്ടോ. 27 മണിക്കൂർ പ്ലേ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 16 പ്രോയുടെ സെയിം ബാറ്ററിയാണ് പറയുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തോട്ട് പ്രോസസ്സ് ചെയ്യേണ്ടി വരും കേട്ടോ. അതായത് അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടണമെങ്കിൽ രണ്ടും കയ്യിൽ കിട്ടിയ ഒരു ബാറ്ററി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ആപ്പിൾ പറയുന്നത് 27 മണിക്കൂർ കിട്ടുമെന്നാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ 16 പ്രോയുടെ സെയിം ബാറ്ററി ലൈഫ് ഈ ഒരു എയറിലേക്ക് അവർക്ക് ഇത്രയും തിന്നറായിട്ടുള്ള ഡിവൈസിൽ കൊണ്ടുവരാൻ പറ്റിയെന്നാണ് പറയുന്നത്. അതെന്തായാലും ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, നമുക്ക് എന്തായാലും നോക്കാം. മാത്രമല്ല ഇപ്രാവശ്യത്തെ എയറിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏകദേശം 30 മിനിറ്റോളം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 50% ചാർജ് കയറുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ടെക്കിൽ എന്തോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഐഫോൺ ഇതിനകത്ത് പണിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് കയ്യിൽ കിട്ടുന്ന സമയത്ത് നോക്കാം. ഇതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ ബാറ്ററി പാക്ക്, മാക്സേഫ് പോലുള്ളൊരു പവർ ബാങ്ക് പോലുള്ളൊരു സംഭവം ആക്സസറി ആയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങാൻ പറ്റും. ഇതും കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം 40 മണിക്കൂറോളം നിങ്ങൾക്ക് എക്സ്ട്രാ അല്ല, ഇത് നിലവിലുള്ളതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് 40 മണിക്കൂറായിട്ട് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു ആക്സസറി അഡീഷണൽ ആയിട്ട് വാങ്ങേണ്ടി വരും. ഐഫോൺ എയറിൻ്റെ പ്രൈസിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,19,000 രൂപയ്ക്കാണ്. ഞാൻ വിചാരിച്ചിരുന്ന ഒരു പ്രൈസിങ് ഏകദേശം 89-90 ആയിരുന്നു. കാര്യം പ്ലസിനൊക്കെ ഇട്ടിരുന്ന ആ ഒരു പ്രൈസിങ് ആയിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് ഇത് അവിടെ ഒക്യുപ്പൈ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ഐഫോൺ 17 സീരീസിൽ വരുന്നൊരു ഫോണല്ല, ഇതൊരു ഡിഫറൻറ്റ് മോഡലായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഐഫോൺ 17 എയർ എന്നല്ല പറയുന്നത്, ഐഫോൺ എയർ എന്നാണ് പറയുന്നത്.
സോ ഒബിയസ്ലി അതിനകത്ത് ഒരു പ്രോ ചിപ്പ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രോ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. സോ ഒബിയസ്ലി ആ ഒരു പ്രൈസിങ്ങും ആപ്പിൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. 1,19,900 അല്ലെങ്കിൽ 1,20,000 രൂപയാണ് ഫോണിൻ്റെ വില. ഇപ്രാവശ്യത്തെ ഐഫോൺ 17 പ്രോയും പ്രോ മാക്സിലേക്കും വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കഴിഞ്ഞ വർഷം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാറ്റലൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ടൈറ്റാനിയം ആക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ടൈറ്റാനിയം ഒക്കെ വളരെയധികം ഷോർട്ട് ലിവ്ഡ് ആയതുകൊണ്ട് കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് ഇപ്രാവശ്യത്തെ പ്രാക്ടിക്കൽ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം അലൂമിനിയം യൂണി ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. അലൂമിനിയം യൂണി ബോഡി ഉപയോഗിക്കുന്നതിൽ ഒരു പ്രശ്നവും ഉണ്ട്, അതുപോലെ തന്നെ വളരെയധികം ഉപയോഗമുണ്ട് കേട്ടോ. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം യൂണി ബോഡി വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് കാര്യമായിട്ട് നമുക്ക് ഫോണിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അലൂമിനിയം നല്ല രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ളൊരു അടിപൊളി മെറ്റീരിയലാണ്. മാത്രമല്ല ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കളറൈസ് ചെയ്യാനും പറ്റും. ടൈറ്റാനിയം പോലെയല്ല. ടൈറ്റാനിയത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ടൈറ്റാനിയം വന്നപ്പോൾ വളരെ ഡള്ളായിട്ടുള്ള കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അലൂമിനിയം ആയതുകൊണ്ട് തന്നെ വളരെ ബ്രൈറ്റർ ആയിട്ടുള്ള കളറും ആപ്പിളിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. കഴിഞ്ഞ വർഷം പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ടൈറ്റാനിയം കൊണ്ടുവന്ന് വെച്ച സമയത്ത് ടൈറ്റാനിയം വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു മെറ്റലാണ്. പക്ഷേ ടൈറ്റാനിയത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റാനിയം ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നതിൽ വളരെയധികം മോശമാണ്. മാത്രമല്ല ടൈറ്റാനിയത്തിനോടൊപ്പം കൊടുത്ത മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലുള്ള സെറാമിക് ഗ്ലാസ് ആണ് കേട്ടോ. സെറാമിക് ഗ്ലാസ് എന്ന് പറയുന്നത് ഗ്ലാസ് ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നൊരു സാധനമാണ്, പുറത്തേക്ക് പോകുന്നതിന് വളരെയധികം പ്രശ്നമാണ്. അപ്പോൾ ഇത് തന്നെയാണ് അവർ കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ മോഡൽസിലും കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഈ മാറ്റം വന്നതോടുകൂടി കാര്യമായിട്ടുള്ളൊരു ഹീറ്റ് പോകുന്നതിനുള്ളൊരു സംഭവം ഉണ്ടാവും കേട്ടോ. ഇതിന് പുറമേ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ആക്ച്വൽ വേപ്പർ കൂളിംഗ് ചേംബർ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ്രോയിഡിലൊക്കെ വന്നിട്ട് വർഷങ്ങളായി, പക്ഷേ ഇപ്പോൾ ആക്ച്വലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ആപ്പിൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു വേപ്പർ ചേംബർ നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു അലൂമിനിയത്തിലേക്ക് യൂണി ബോഡിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഹീറ്റ് നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല ഇപ്രാവശ്യത്തെ ഡിസൈനിൽ ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ക്യാമറ ബാർ ഉണ്ടല്ലോ, അതായത് പുതിയതായിട്ട് തള്ളിയിരിക്കുന്ന സംഭവം, അവർ പറയുന്ന പ്ലാറ്റ്യൂം എന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് അടിയിലാണ് ഇപ്രാവശ്യത്തെ പ്രോസസ്സറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ഡയറക്റ്റ് വേപ്പർ ചേംബർ നമ്മുടെ ബാറ്ററിയുടെ മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ യൂണി ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് ഈസി ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇതുവരെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷേ അവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഫോണിൽ നന്നായിട്ട് ഹീറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല വളരെ ബിഗ്ഗറായിട്ടുള്ളൊരു ബാറ്ററി ഈ ഒരു ഡിസൈൻ കാരണം വയ്ക്കാനും പറ്റി എന്നുള്ളതാണ്. അതായത് നമ്മുടെ കമ്പോണൻസും സംഭവങ്ങളും എല്ലാം മുകളിലേക്ക് ആക്കിയത് കൊണ്ട് തന്നെ താഴെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വലിയൊരു ബിഗർ ബാറ്ററി വയ്ക്കാൻ വേണ്ടി പറ്റി. ഏകദേശം പ്രോ മാക്സിലേക്ക് 5050 mAh ബാറ്ററിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം നമുക്കിപ്പോൾ 40 മണിക്കൂറോളം, 38 മണിക്കൂറാണ് പറയുന്നത്, 38 മണിക്കൂറോളം നമുക്ക് ബാറ്ററി ലൈഫ് ഇപ്പോൾ പ്രോ മാക്സിൽ കിട്ടും. ഈ ഒരു യൂണി ബോഡിയും വേപ്പർ ചേംബറും അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡ്യുവൽ ടോൺ നിങ്ങൾ കാണുന്നതിൻ്റെ ആ പാർട്ടിലായിട്ട് ഒരു സെറാമിക് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ആയിട്ടുള്ള ചാർജിങ് ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റൽ ബോഡിയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവിടെ ഗ്ലാസ് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഡ്യുവൽ ടോൺ നിങ്ങൾ അവിടെ കാണുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഒത്തുചേർന്നിട്ട് നമ്മുടെ കമ്പോണൻസും സാധനങ്ങളും എല്ലാം ആ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ ആ ഒരു ക്യാമറ ബാറിൻ്റെ അകത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. താഴെയായിട്ട് ബാറ്ററിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് ഇപ്രാവശ്യം കിട്ടിയതുകൊണ്ട് തന്നെ ഏകദേശം 5080 mAh ബാറ്ററിയാണ് പ്രോ മാക്സിലേക്ക് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് 39 മണിക്കൂറോളം വീഡിയോ പ്ലേ ബാക്ക് കിട്ടും. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ നമ്മുടെ പ്രോ സീരീസിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. കഴിഞ്ഞ വർഷം വരെ എന്തെങ്കിലും സോഫ്റ്റ്വെയറിൽ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നതെങ്കിലും ഹാർഡ്വെയർ വൈസ് ആപ്പിൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസൈൻ പ്രോ സീരീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ ചിപ്സെറ്റ് തന്നെയാണ് എയറിലിരിക്കുന്നത്. എയറിൽ വേപ്പർ ചേംബർ കൂളിംഗ് ഇല്ല, അതുപോലെ തന്നെ അതിനകത്ത് സെറാമിക് ഷീൽഡ് ഗ്ലാസ് ആണ് എൻ്റെ സൈഡിൽ വരുന്നത്. അപ്പോൾ ഒബിയസ്ലി എൻ്റെ ഒരു ഇത് കറക്റ്റായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോമൺ സെൻസ് വെച്ച് അറിയാൻ പറ്റും എയർ ചൂടാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ എയറിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു സപ്രഷൻ ആ ഒരു പ്രോസസ്സറിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. കാരണം ഇതിൽ രണ്ടിലും ഒരേ പ്രോസസ്സറാണ് വരുന്നത്. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അതിനകത്ത് ടൈറ്റാനിയം പോരാത്തതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ രണ്ടും ഹോൾഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നോക്കണം. A19 പ്രോയിൽ എന്തെങ്കിലും സപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എയറിൽ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ചൂടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ A19 പ്രോയുടെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യണമെങ്കിൽ
നിങ്ങൾ പ്രോ സീരീസ് തന്നെ എടുക്കണം. അപ്പോൾ ആ ഒരു ഗെയിമിംഗ്, കണ്ടന്റ് ക്രിയേഷൻ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് നിങ്ങളുടെ മെയിൻ പരിപാടിയെങ്കിൽ പ്രോ സീരീസിലേക്ക് തന്നെ നോക്കാം. മറ്റ് ഫോണുകൾ നോക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്രാവശ്യം പ്രോയിലേക്ക് വരുന്ന 3 ക്യാമറകളും 48 മെഗാ പിക്സലാണ്. ഇതിന് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ പല ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാ ക്യാമറകളും ഒരുപോലെ പെർഫോമൻസ് നൽകുന്ന, ഒരുപോലെ ക്വാളിറ്റി നൽകുന്ന രീതിയിലായിരിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തിൽ 8x ഒപ്റ്റിക്കൽ സൂം കൊടുത്തിട്ടുണ്ട്. 8x ഒപ്റ്റിക്കൽ സൂം ഉള്ളതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1x എടുക്കുമ്പോൾ എന്ത് ക്വാളിറ്റിയാണോ കിട്ടുന്നത് അത് തന്നെ നിങ്ങൾക്ക് 8x കിട്ടും എന്നുള്ളതാണ്, ഒപ്റ്റിക്കൽ സൂം ആയതുകൊണ്ട് തന്നെ. പിന്നെ 8x കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡിജിറ്റൽ സൂമിലേക്ക് മാറും. ഡിജിറ്റൽ സൂം 14x വരെ ഉണ്ട്, 40x വരെ ഉണ്ട്. അപ്പോൾ 40xലേക്ക് പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്തും ഈ ഒരു ഒപ്റ്റിക്കൽ സൂം 8x വരെ ഉള്ളത് കൊണ്ട് ആ ഒരു 40xലും നമുക്ക് ചെറിയ ഡിഫറൻസ് ഇമേജ് ക്വാളിറ്റിയിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ഫോണുകളിലുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തും 80 മെഗാ പിക്സലിൻ്റെ ക്യാമറ തന്നെയാണ് കിട്ടുന്നത്. അതേ സ്ക്വയർ സെൻസറും അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സും അതുമായിട്ട് അനുബന്ധപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഇനി ഇതിലേക്ക് വരുന്നത് A19 Pro ആണ്. നമ്മുടെ എയറിനകത്തും A19 Pro ആയിരുന്നു, ഇതിനകത്തും A19 Pro തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് A19 Proയിലുള്ള ചെറിയ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് റേ ട്രേസിങ് ഫീച്ചറൂടെ ആഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനൊക്കെ വളരെയധികം ഉപകാരപ്പെടും. ഗ്രാഫിക് ഇൻറ്റൻസീവായിട്ടുള്ള വിഷ്വൽ ക്വാളിറ്റിയിൽ ആ ഒരു റേ ട്രേസിങ് ഉപകാരപ്പെടും. അപ്പോൾ അഡീഷണൽ ആയിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും എയറിനേക്കാളും കുറച്ചുകൂടെ പെർഫോമൻസ് നിങ്ങൾക്ക് എന്തായാലും പ്രോയിലായിരിക്കും കിട്ടാൻ പോകുന്നത്. പക്ഷേ എക്സ്പ്രസീവായിട്ട് ആപ്പിൾ അത് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ബെറ്റർ കൂളിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഓബിയസ്ലി നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റേഷൻ വരാൻ പോകുന്നത് ഈ ഒരു പ്രോ മോഡലുകളിലായിരിക്കാം. പിന്നെ ഞാൻ 17ലും 17 എയറിലും ഒക്കെ എടുത്ത് പറഞ്ഞ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പ്രോ മോഡൽസിനുണ്ട്. അത് ഞാൻ പിന്നെയും ആവർത്തിക്കുന്നില്ല. അതിൽ കിട്ടുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു സ്റ്റോറേജ് ഓപ്ഷൻ പ്രോയിലും പ്രോ മാക്സിലും എക്സ്ട്രാ എന്ന് പറയുന്ന 2 TB ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് പ്രോയ്ക്ക് വരുന്നത് 1,35,000 രൂപയാണ്. പ്രോ മാക്സിന് കൊടുത്തിട്ടുള്ളത് 1,50,000 രൂപയാണ്. ഇത് രണ്ടും 256 GB വേരിയൻ്റ് ആണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഐഫോൺ ലൈനപ്പ് എന്ന് പറയുന്ന ഓരോന്നും ഓരോ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു 90% ആളുകൾക്കും ഐഫോൺ 17 തന്നെ ധാരാളമാണ്. കാര്യം പവർഫുൾ ആയിട്ടുള്ളൊരു CPU കൊടുത്തിട്ടുണ്ട്. നോർമലി ഉള്ള ഒരാൾക്ക് ഒരിക്കലും ലാഗോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഒരു A19 വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. 48 മെഗാ പിക്സലിന് 2 ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. ഈ 2 ക്യാമറകളും നമ്മൾ കഴിഞ്ഞ വർഷം 16 പ്രോയിലൊക്കെ എടുത്ത അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്രാവശ്യത്തിൽ പ്രൊമോഷൻ വന്നിട്ടുണ്ട്, 120 Hz ഉണ്ട്. എന്ത് കണക്കിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് 17 മതി. ഇനി അല്ലാത്ത കാറ്റഗറി ആളുകൾക്ക് ഇപ്പോൾ നോർമലായിട്ടുള്ളൊരു ഫോണിൻ്റെ ആവശ്യമില്ല, കുറച്ചുകൂടെ കാശ് കയ്യിലുണ്ട്, ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ഫോൺ വേണം, കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ആപ്പിളിൻ്റെ ഒരു ഡിവൈസ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഐഫോൺ എയർ ചൂസ് ചെയ്യുന്നതാണ് കൂടുതലും നിങ്ങൾ സ്റ്റൈലിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എയർ ഒരു അൾട്ടിമേറ്റ് ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് പോകുന്നുള്ളതാണ്. പക്ഷേ കുറച്ച് കോംപ്രമൈസുകൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റൻസീവായിട്ടുള്ള ടാസ്കുകൾ നിങ്ങൾ എയറിൽ ചെയ്യാമെന്ന് വിചാരിച്ച് എയർ എടുക്കേണ്ട. രണ്ടാമത് ഒരുപാടധികം ഫോട്ടോഗ്രാഫിക്ക് പ്രാധാന്യം കൊടുക്കാമെന്ന് എയറിൽ വിചാരിക്കേണ്ട. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ പറയുന്ന ബാറ്ററിയൊക്കെ അത്രയും ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദ ഡേ ബാറ്ററി മറ്റ് ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അതാണ് എയറിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ബട്ട് ലുക്സ് കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എയർ അടിപൊളിയാണ്. ഇനി പ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോ എടുക്കേണ്ടത് കൂടുതലും ഗെയിമിങ് അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവർ, ക്യാമറയൊക്കെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നവർ, ഫോണിനെ എപ്പോഴും ചൂടാക്കി ഉപയോഗിക്കുന്ന ആളുകളായിരിക്കണം പ്രോ യൂസ് ചെയ്യേണ്ടത്. കാര്യം അതിന് വേണ്ടിയിട്ടുള്ള ബെറ്റർ ഹീറ്റ് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണി ബോഡി അതിനകത്തുണ്ട്, വേപ്പർ ചേമ്പർ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഫോൺ ഹീറ്റാക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രോ ഞാൻ സജസ്റ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ വാല്യൂ ഫോർ മണി ഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻറ്റൻസീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഫോൺ 17 ആണ്. എക്സ്ട്രാ ക്യാഷ് ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി എൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാടധികം പുറത്തേക്കൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ പറഞ്ഞ ഐഫോൺ 17 ആണ് വാല്യൂ ഫോർ മണി, എന്നിട്ട് ഞാനിനി പ്രോ മാക്സോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ ഓപ്പോസിറ്റ് സൈഡിട്ട് ഒബിയസ്ലി ചിന്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയിട്ട് നല്ല വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ള താല്പര്യം. അതായത് വെറുതെ വീഡിയോസ് അല്ല, പല മോഡ്സിൽ നമ്മൾ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ
അങ്ങനെയുള്ള കാറ്റഗറി ആളുകൾ അത് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ യൂസ് കേസ് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഫോൺ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എൻ്റെ ഒരു സജഷൻ ഇതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.